കൺട്രോൾഡാണ്. കാര്യമായിട്ട് ആശങ്കയ്ക്ക് വകയില്ല. നിപ്പ രോഗിയുടെ സ്ഥിതി അതേപോലെ തന്നെ തുടരുകയാണ്. ഷിഗല്ല മറ്റ് ജില്ലകളിൽ കൂടെ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണല്ലോ നിലവിലുള്ളത്. ഷിഗല്ല ഇപ്പോൾ കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നലെ അതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച നടത്തി. ലോക്കൽ ബോഡിയായിട്ട് ബന്ധപ്പെട്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക, അത് മാത്രമേ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗമുള്ളൂ. അതിൻ്റെ നിർദ്ദേശങ്ങൾ ഇന്നലെ നൽകി കഴിഞ്ഞു. ഇന്നലെ പിണറായി വിജയൻ ഒരു വാർത്താസമ്മേളനം നടത്തി വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ല, നിപ പ്രതിരോധം ഇല്ല, അതൊക്കെ ഞങ്ങൾ നന്നായി നോക്കുന്നുണ്ട്. ഭാഗ്യവശാൽ ഈ നിപ പറന്നിട്ടില്ല. അത് ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഒരു കൂട്ടായ്മ കാരണം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടായവർ ഒന്നും പടർന്നു പിടിച്ചിട്ടില്ല. ഇത്തവണ അത് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞത് ഡോക്ടർമാരെയും ജീവനക്കാരെയും വിശ്വാസം എടുത്തുകൊണ്ടാണ്. അവരുടെ പ്രവർത്തനങ്ങളാണ് ഇത്രയും ഈ ഒരു പടരാൻ സാധ്യതയുള്ള രോഗത്തിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് SIT അന്തിമ കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുകയാണ്. കുറ്റപത്രം സമർപ്പിച്ച് അതിൽ ന്യൂനതയുണ്ടെങ്കിൽ വേറെ രീതിയിലുള്ള അന്വേഷണം ക്യാബിനറ്റ് തീരുമാനിക്കും. പത്മകുമാറിന്റെ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു. അത് ഇനിയും കുറേ സത്യങ്ങൾ വരാനുണ്ട്. മറ്റേ വാസവൻ പറഞ്ഞല്ലോ, ഇനിയും പലതും വരുന്നത് ഞങ്ങളെക്കുറിച്ച് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് അന്വേഷണം ഉണ്ടാവും.